Hello, warm welcome to my channel English Tutor. Today we are going to study about assertive sentences. കഴിഞ്ഞ ദിവസം സെൻറ്റൻസുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. പലതരം സെൻറ്റൻസുകളുടെ പേരും പഠിച്ചിരുന്നു. ഇന്ന് അതിൽ ഒന്നാമത്തെ ടൈപ്പായ അസർട്ടീവ് സെൻറ്റൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. അസർട്ടീവ് സെൻറ്റൻസ്, ആ പേരിൽ നിന്ന് തന്നെ ആ സെൻറ്റൻസിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. അസർട്ട് എന്ന് പറയുന്ന ക്രിയ, അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റേറ്റ്, ഡിക്ലെയർ, അനൗൺസ് എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ പ്രസ്താവിക്കുക, പ്രഖ്യാപിക്കുക. അസർട്ട്, പ്രഖ്യാപിക്കുക. അസർട്ടീവ്, പ്രസ്താവിക്കുന്ന, പ്രഖ്യാപിക്കുന്ന. അസർട്ടിൻ്റെ നാമവിശേഷണ രൂപമാണ് അസർട്ടീവ് എന്ന് പറയുന്നത്. പ്രസ്താവിക്കുന്ന സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രസ്താവനകൾ. എ സെൻറ്റൻസ് വിച്ച് സ്റ്റേറ്റ്സ് സംതിങ് ഈസ് കാൾഡ് ആൻ അസർട്ടീവ് സെൻറ്റൻസ്. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് പ്രസ്താവിക്കുന്ന സെൻറ്റൻസിനെയാണ് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. We can simply call it a statement. നമുക്കതിനെ സിമ്പിളായിട്ട് എന്ത് പറയാം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഈ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അസർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു വസ്തുത പറഞ്ഞു വെക്കുക, അത്രയേ ഉള്ളൂ. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെക്കുന്നു, വസ്തുതകൾ പറയുന്നു. അസർട്ടീവ് സെൻറ്റൻസസ് ആർ ദ മോസ്റ്റ്ലി യൂസ്ഡ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇൻ അവർ ഡേ ടു ഡേ ലാംഗ്വേജ്. നമ്മുടെ ദൈനംദിന ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സെൻറ്റൻസ് ആണ് അസർട്ടീവ് സെൻറ്റൻസ്. നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടെ നമ്മളൊന്ന് ഓർത്തു നോക്കുക, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് അസർട്ടീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓരോരോ വസ്തുതകൾ പറഞ്ഞു വെക്കുകയാണ്, അത്രയേ ഉള്ളൂ. We must put full stop at the end of one assertive sentence. ഒരു അസർട്ടീവ് സെൻറ്റൻസിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ അസർട്ടീവ് സെൻറ്റൻസിന് ഒരു വാക്യഘടനയുണ്ട്. എന്താണ് അതിൻ്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ് എന്നാണ്. സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ പ്രെഡിക്കേറ്റ്. ഈ സബ്ജക്റ്റിന് മലയാളത്തിൽ പറയുന്നത് ആഖ്യ അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയും. പ്രെഡിക്കേറ്റിന് ആഖ്യാതം എന്ന് പറയും. അത് ഈ പേരുകൾ പരിചയമില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ആ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ സബ്ജക്റ്റ്, ആഖ്യ അഥവാ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് അസർട്ടീവ് സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ, അതിൽ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഐ എം എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഐ ഈസ് ദ സബ്ജക്റ്റ്. ഐ എന്ന് പറയുന്ന വാക്കാണ് അവിടുത്തെ സബ്ജക്റ്റ്, അല്ലേ? ആ സെൻറ്റൻസ് നയിക്കുന്നത് ഐ ആണ്. ആരെക്കുറിച്ചാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്? ഐയെ കുറിച്ചാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. ഞാനൊരു ടീച്ചറാണ്. ഹിസ് ഫാദർ ഈസ് നോട്ട് ഹിയർ. വിച്ച് ഈസ് ദ സബ്ജക്റ്റ് ദേർ? ഹിസ് ഫാദർ. ഫാദർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഫാദർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഹെഡ് നൗൺ ആണ്, ഹെഡായിട്ട് വരുന്ന വാക്കാണ്. പക്ഷെ അതിനെ വിശേഷിപ്പിക്കുന്നത് കൂടി ഉൾപ്പെടുത്തി വേണം സബ്ജക്റ്റ് പറയാൻ. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുരയ്ക്കും പട്ടി കടിക്കാറില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ ബാർക്കിംഗ് ഡോഗ്സ് എന്ന് തന്നെ പറയണം സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് അതിൻ്റെ ഹെഡ് നൗൺ മാത്രം പറഞ്ഞാൽ പോരാ, നൗണും അതിനെ വിശേഷിപ്പിക്കുന്നതും എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് സബ്ജക്റ്റ്, ആഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആഖ്യാതം. ആഖ്യയെക്കുറിച്ച് എന്തു പറയുന്നു അതാണ് ആഖ്യാതം. ഐ എം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഐ ആണ് അവിടെ സബ്ജക്റ്റ്. ആ ഐ എന്നുള്ള സബ്ജക്റ്റിനെ പ്രതി എന്തു പറയുന്നുവോ അതാണ് അതിൻ്റെ ശേഷഭാഗം. ആ ശേഷഭാഗം മുഴുക്കെ എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്, ആഖ്യാതമാണ്. ആം എ ടീച്ചർ, അതാണ് അവിടുത്തെ ആഖ്യാതം. They helped me a lot. They ആണ് സബ്ജക്റ്റ്. ഹെൽപ്ഡ് മീ എ ലോട്ട്, അതാണ് അവിടുത്തെ
പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ഇവിടെ സെൽഡം ബൈറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രെഡിക്കേറ്റ്. ഹിസ് ഫാദർ ആൻഡ് മദർ ആർ നോട്ട് അറ്റ് ഹോം. ആർ നോട്ട് അറ്റ് ഹോം അതാണ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ്. പിന്നെ പ്രെഡിക്കേറ്റിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രെഡിക്കേറ്റിൽ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് വെർബ് എന്ന് പറയുന്നത്, ക്രിയ എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റിനെ ഒന്നുകൂടെ നമ്മൾ ചുരുക്കി ചെറുതാക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് വേണമെങ്കിലും പറയാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഡാഷ്. കാരണം പ്രെഡിക്കേറ്റിൽ ഒഴിവാക്കാനാവാത്ത ഘടകമാണ് വെർബ്. പ്രെഡിക്കേറ്റിൽ ഒഴിവാക്കാൻ പറ്റാത്തപ്പോൾ സെന്റൻസിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒരു സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഡാഷ് എന്ന് പറയാം. വെർബിനെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. അതിലൊരു അസർട്ടീവ് സെന്റൻസിന്റെ സ്ട്രക്ചറാണ് സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഡാഷ്. ഇനി പോസിറ്റീവ് അസർട്ടീവ് സെന്റൻസ്, നെഗറ്റീവ് അസർട്ടീവ് സെന്റൻസും ഉണ്ട്. പോസിറ്റീവ് അസർട്ടീവ് സെന്റൻസസ് ആർ കാൾഡ് അഫർമേറ്റീവ് സെന്റൻസസ്. പോസിറ്റീവ് ആയിട്ടുള്ള അസർട്ടീവ് സെന്റൻസുകളെ അഫർമേറ്റീവ് സെന്റൻസസ് എന്ന് പറയും. അന്നേരം അസർട്ടീവ് സെന്റൻസിൽ തന്നെ പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട്. പോസിറ്റീവ് അസർട്ടീവ് സെന്റൻസുകളെ അഫർമേറ്റീവ് സെന്റൻസസ് എന്ന് പറയും. എന്താണ് നെഗറ്റീവ് അസർട്ടീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിഷേധാത്മകമായ അർത്ഥം സൂചിപ്പിക്കുന്നു, അല്ല ഇല്ല എന്നിങ്ങനെയുള്ള അർത്ഥം സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ആ വാക്കുകൾ ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവായി മാറും. നോ, നോട്ട്, നോ ചേർന്ന് വരുന്ന നത്തിങ്, നോ വൺ, നോ ബഡി അങ്ങനെയുള്ളവ. നൺ, നെവർ, നെയ്തർ, നോർ, സ്കാർസ്ലി, റയർലി, ബാർലി, ഹാർഡ്ലി, ഫ്യൂ, ലിറ്റിൽ, സെൽഡം ഇങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ആ നെഗറ്റീവ് വേർഡ്സ് ഒരു അസർട്ടീവ് സെന്റൻസിന്റെ പ്രധാന ഭാഗങ്ങളിൽ വരികയാണെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് വേർഡ്സ് നമ്മൾ പഠിക്കണം. ഹൗ ക്യാൻ വി ചേഞ്ച് ആൻ അഫർമേറ്റീവ് സെന്റൻസ് ഇൻ ടു നെഗറ്റീവ്? ഒരു അഫർമേറ്റീവ് സെന്റൻസ് അഥവാ പോസിറ്റീവ് അസർട്ടീവ് സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് ചോദിച്ചാൽ, ഈ നെഗറ്റീവ് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയ പ്ലേസസിൽ നമ്മൾ കൊടുത്താൽ മതി, അത് നെഗറ്റീവ് ആകും. അല്ലാതെ അതിൻ്റെ ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്താലും ആ സെന്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കാം. നോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് വേർഡാണ്. ആ നോട്ട് എന്നുള്ളത് അതിൻ്റെ ഓക്സിലറി വെർബിനോട് കൊടുക്കുകയാണെങ്കിൽ ആ സെന്റൻസ് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. We can change an affirmative sentence into negative by adding not to its auxiliary verb or by placing other negative words. അതായത് ഓക്സിലറി വെർബിനോട്, സഹായക്രിയകളോട് നോട്ട് ചേർത്താൽ ആ സെന്റൻസിനെ നമുക്ക് നെഗറ്റീവാക്കി മാറ്റാൻ പറ്റും. ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ്സ് അഥവാ സഹായക്രിയകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗമുണ്ട്. ദർ ആർ 24 ഓക്സിലറി വെർബ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ 24 സഹായക്രിയകളാണുള്ളത്. അവയോട് നോട്ട് ചേർക്കണം. ആ സഹായക്രിയകൾ ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഡു, ഡസ്, ഡിറ്റ്. ഇത്രയുമാണ് 24 ഓക്സിലറി വെർബ്സ്. അതിനോട് നോട്ട് ചേർത്താൽ അഫർമേറ്റീവ് സെന്റൻസ് അഥവാ പോസിറ്റീവ് അസർട്ടീവ് സെന്റൻസ് നെഗറ്റീവ് ആകും. അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് വേർഡ്സ് ചേർത്താലും മതി. Some examples are here for affirmative sentences and their negatives. Affirmative sentencesനും അവയുടെ നെഗറ്റീവ്സിനുമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് തന്നിരിക്കുന്നു. ഫസ്റ്റ് വൺ, affirmative, she is late. It's negative, she is not late. അപ്പോൾ അവിടെ ആ സെൻറ്റൻസിൻ്റെ ഓക്സിലിയറി വെർബായിട്ടുള്ള ഈസിനോട് നോട്ട് ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നെഗറ്റീവ് കിട്ടുന്നു. നെഗറ്റീവ് ആക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണത്.
ഐ ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ ആ സെൻറ്റൻസിൽ ക്യാൻ എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. അതിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ കനോട്ട്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് കാൺട്ട്. ഐ കാൺട്ട് ഹെൽപ്പ് യു. രേണു വിൽ കം ഹിയർ. വിൽ ഈസ് ദ ഓക്സിലറി വെർബ്. ആ വില്ലിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ വിൽ നോട്ട്. രേണു വിൽ നോട്ട് കം ഹിയർ. അതിൻ്റെ നെഗറ്റീവാണ്. വി സ്പീക്ക് ഇംഗ്ലീഷ്. അഫർമേറ്റീവാണ്. അതിൻ്റെ നെഗറ്റീവ് വി ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഓക്സിലിയറി വെർബ് നമുക്ക് നേരിട്ട് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലിയറി വെർബ് കണ്ടുപിടിക്കണം. അങ്ങനെ 3 സന്ദർഭങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് V1 വരികയാണെങ്കിൽ ഡു പ്ലസ് V1. ഡു ആണ് ഓക്സിലറി. അതിൻ്റെ കൂടെ നോട്ട് ചേർക്കണം. അതിനുള്ള ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് ദി മെയിൻ വെർബ് പിന്നീട് ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അന്നേരം വി സ്പീക്ക് ഇംഗ്ലീഷ് അഫർമേറ്റീവ്. അതിൻ്റെ നെഗറ്റീവ് വി ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, അന്നേരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അസർട്ടീവ് സെൻറ്റൻസസിനെ കുറിച്ചാണ്.